സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ജാക്കി ചാൻ ഒരു 4-5 ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് ഏതോ ഒരു സ്ഥലത്തേക്ക് പോകും. അപ്പം ജാക്കി ഒന്നിൻ്റെ മേലെ കൈവെക്കലാന്ന് പറയുമ്പം തന്നെ ഒരുത്തൻ കൈവച്ച്. അങ്ങനെ അവൻ കൈവച്ചുകൊണ്ട് തന്നെ ബിൽഡിങ് തന്നെ ഇടിയാൻ തുടങ്ങി. അങ്ങനെ ബിൽഡിങ് ഇടിയാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ ജാക്കി ഒരു സ്റ്റിക്ക് ഉണ്ടാവില്ല, ആ സ്റ്റിക്ക് വെച്ച് തന്നെ ബാക്കിയുള്ള 5 പേരെ രക്ഷിച്ച്. ജാക്കി ആണെങ്കിൽ തൊട്ടടുത്തൊരു സീൽഡ് കണ്ടു. ആ സീൽഡ് ഉപയോഗിച്ച് തന്നെ എങ്ങനെയോ രക്ഷപ്പെട്ടു. ആളുകൾക്ക് ഒരു മൊട്ടത്തലയിലും അതുപോലെ ഒരു പച്ച സൂട്ട് കാരണം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. കട്ട് ചെയ്താൽ അടുത്ത കാണുന്നത് ഒരു കടയാണ്. ഇവിടെ ജാക്കി ഫൈറ്റിങ്ങിൻ്റെ ഒരു പ്രാക്ടീസ് ഉണ്ടാവില്ലേ, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജാക്കിനെ അങ്കിള് വിളിച്ചു. ജാക്കി നേരെ അങ്കിളുടെ അടുത്ത് ഓടിപ്പോയി. ബട്ട് അങ്കിളാണെങ്കിൽ ഒറ്റ മണ്ടക്കിട്ട് കൊടുത്ത്. അങ്കിൾ ജാക്കിക്ക് മണ്ടക്കിട്ട് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എപ്പോഴും കോഫി ഉണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത് കോഫി ഉണ്ടാക്കാതെ ജാക്കി പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം പറഞ്ഞാണ്, എനിക്ക് രാവിലെ കോഫി ഉണ്ടാക്കുന്നതാണോ വലുത് അല്ലെങ്കിൽ നിന്റെ പ്രാക്ടീസ് ആണോ എന്ന രീതി ചോദിച്ചു. അപ്പോൾ അങ്കിളിന് ഈ സീൽഡിൻ്റെ കൈ അക്ഷരം കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. അതേ സമയത്താണ് ആദ്യമായിട്ട് ജൂലി വരുന്നത്. അപ്പോൾ അങ്കിള് പറയുന്നതാണ്, ഇതാണ് നിന്റെ ചേട്ടൻ്റെ മോള്. അപ്പോൾ അങ്കിള് പറഞ്ഞു, നീ ജൂലിയെ നോക്ക്, ഞാനിത് നോക്കിയിട്ട് തരാമെന്ന രീതിയിൽ അങ്കിള് പോയി. ആദ്യമായിട്ട് ജൂലി വന്നപ്പം ഭയങ്കര സൈലൻറ്റ് ക്യാരക്ടറാണ്. ആരോട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാത്തൊരു ക്യാരക്ടറാണ്. അതേ സമയത്ത് തന്നെ രാസപ്പനും ശേഖറും ശങ്കറും വരാൻ തുടങ്ങി. ആ സമയത്ത് തന്നെ ജാക്കിനോട് ഈ സീൽഡിനെ കുറിച്ച് ചോദിച്ചു. ഈ സീൽഡിന് വേണേൽ നമ്മൾ എത്ര വേണേൽ പൈസ തരാമെന്ന രീതിയിൽ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പം ജാക്കിക്ക് ചെറിയൊരു ഡൗട്ട് തോന്നി. ആ ഡൗട്ട് കാണും ജാക്കി ഒന്ന് പറഞ്ഞു, ഈ സീഡ് നമ്മൾ ആദ്യമേ യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തതാണ്. ഇത് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യമായി. അവർ കാണുന്നതൊക്കെ വലിച്ചെറിയാൻ തുടങ്ങി. അതുപോലെ ഇവർ പലതും വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും പൊട്ടാതെ അതേപോലെ വെച്ചു നമ്മളെ ജാക്കി. ഇവർക്ക് ജാക്കി ആരാന്നറിയാത്തതുകൊണ്ട് ഇവർ ഷോക്കായിപ്പോയി. ആ സമയത്ത് ജാക്കിക്ക് ചെറിയ ഡൗട്ട് തോന്നി. അതുകൊണ്ട് ജാക്കി ഇവരെ ഫോളോ ചെയ്യാൻ തന്നെ വിചാരിച്ചു. ഇതേ സമയത്ത് ഇവരെ ഫോളോ ചെയ്തിങ്ങനെ പോവാന്ന് വിചാരിച്ചപ്പോൾ ജാക്കി നേരെ വീണത് ഇവരെ കാറിൻ്റെ മണ്ടയിലാണ്. ഇങ്ങനെ ഒന്ന് സംഭവിച്ചുകൊണ്ടെന്ന് നേരെ പോകുന്നത് ഒരു ഫൈറ്റിലേക്കാണ്. ഈ ഫൈറ്റിൽ നമുക്കറിയാം ജാക്കി അവരെ അടിച്ച് ഒന്ന് ഇല്ലാതാക്കി. അങ്ങനെ ജാക്കി ഈ ഫൈറ്റിൽ ജയിക്കുകയാണ് ചെയ്തത്. അവർ കണ്ടം വഴി ഓടി ജാക്കിനെ കണ്ടിട്ട്. അതേ സമയത്ത് ജൂലി അവിടെ ഉണ്ടായിരുന്നു. ജൂലി, നീ എന്താ ഇവിടെ നിന്ന് ചോദിക്കുന്ന അതേ സമയത്ത് തന്നെ ജാക്കിനെ ബാക്കിൽ നിന്ന് ഒരാൾ മയക്കപ്പെടുത്തുന്നു. അതുപോലെ ജാക്കി മയക്കത്തിന് എഴുന്നേറ്റ് അടിക്കാൻ പോകുന്ന പോലെ ഉണ്ടായിരുന്നു. ബട്ട് നേരെ പോയിട്ട് കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാക്കിൻ്റെ പണ്ടത്തെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ഈ മൊട്ട. ഈ മൊട്ടയുടെ പേരാണ് ക്യാപ്റ്റൻ ബ്ലാക്ക്. ജാക്കി നേരെ പറഞ്ഞു, ഒരു ഫ്രണ്ടിനെ കിഡ്നാപ്പ് ചെയ്യേണ്ട രീതിയിൽ നീ ആയോ എന്ന് പറഞ്ഞ് ജാക്കി നേരെ ഓടിപ്പോയിട്ട് ഒരു ഫോൺ ബൂത്തിൽ കയറി. പക്ഷേ ആ ഫോൺ ബൂത്ത് ആണെങ്കിൽ നേരെ സെക്ഷൻ 13 ആയിട്ട് മാറുന്നു. അപ്പോഴാ ജാക്കിക്ക് മനസ്സിലായ ക്യാപ്റ്റൻ ബ്ലാക്ക് ആണ് ഈ സെക്ഷൻ 13 മുതലാളി എന്ന്. അപ്പം ജാക്കിനോട് ചോദിക്കുന്നതാണ്, നീ കുറച്ച് മുമ്പ് എടുത്ത ബെബേറിയൻ സീൽഡ് ഇല്ലേ, അത് പറഞ്ഞപ്പോൾ ജാക്കി പറഞ്ഞ എല്ലാവർക്കും എന്താ അതേ ചോദിക്കാനുള്ളൂ. ജാക്കിനോട് പറഞ്ഞാൽ നിന്നെ തേടി വന്ന സാധാരണ ആൾക്കാരൊന്നുമില്ല, വാൾട്ടറിൻ്റെ ജോലിക്കാരാണ്. കഴിഞ്ഞിട്ട് നേരെ വാൾട്ടറിനെ കാണിക്കും. അതുപോലെ വാൾട്ടറിന് ശേഖർ, ശങ്കർ, രാസപ്പൻ പിന്നെ ഒരു ഭീമയുണ്ട് കൂട്ടാടിയായിട്ട്. ആ ടൈമിൽ വാൾട്ടർ പറയും, നിങ്ങൾ 3 പേര് പോയിട്ട് അടി വാങ്ങിയിട്ടാണ് വന്നേ, അതുകൊണ്ട് തന്നെ ഭീമനോട് പോയിട്ട് ഫൈറ്റ് ചെയ്യാൻ പറയും ആ സീൽഡ് എടുക്കാൻ. ആ ടൈമിൽ സിൻഡോ പറയും, നിൻ്റെ ഭീമ ഭയങ്കര സ്ട്രോങ് ആയ ഒരാളായിരിക്കും, എന്നാലും എൻ്റെ ഷാഡോ കോൺസിനെ കൂടി കൊണ്ടുപോയിക്കുന്നതിൽ ഷാഡോ കോൺസിനെയും കൊടുക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കിയാൽ ജാക്കിനെ കടത്തിക്കൊണ്ട് വന്നാന്ന് വിചാരിച്ചിട്ട് ജൂലി അവിടെ വരും. ജൂലിക്ക് അവസാനം കാര്യം മനസ്സിലായിട്ടുണ്ട്, ജാക്കിയും ഈ ക്യാപ്റ്റൻ ബ്ലാക്കും ഫ്രണ്ട്സ് ആണെന്ന്. അപ്പോൾ അങ്കിൾ കോൾ ചെയ്ത് പറയും, ഈ സീൽഡ് ഇമ്പോർട്ടൻ്റ് അല്ല, ഈ സീൽഡിനുള്ളിലുള്ള ഒരു കല്ലുണ്ട്, അതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് റിപ്പീറ്റ് ആയിട്ട് പറയും. ക്യാപ്റ്റൻ ബ്ലാക്കിനും ജാക്കിയും കാര്യം മനസ്സിലായിട്ടില്ല ആദ്യം. ഇങ്ങനെ അങ്കിൾ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാൽ ഭീമ ഉണ്ടാവില്ലേ, ഭീമ വന്നിട്ട് അങ്കിളിനെ കിഡ്നാപ്പ് ചെയ്യും. അതേ ടൈമിൽ ജാക്കിനെ ഭീമ വിളിച്ചിട്ട് പറയും, നിൻ്റെ അങ്കിൾ ഓക്കെ ആയിട്ടാണ് ഉള്ളത്, ബട്ട് 1 മണിക്കൂറിനുള്ളിൽ എനക്കായ സീൽഡ് കിട്ടണമെന്ന് പറയും. അപ്പം ജാക്കി നേരെ ഓക്കെ പറഞ്ഞിട്ട് ക്യാപ്റ്റൻ ബ്ലാക്കിനോട് ജൂലിനെ നോക്കാൻ പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകുന്നതാണ്. അപ്പം നേരെ ജാക്കി അവിടെ എത്തി. അപ്പം നേരെ നോക്കിയപ്പോൾ ജൂലി തൊട്ടടുത്തുണ്ട്. ജാക്കി പറയും, ജൂലി നിന്നെ ഞാൻ അവിടെ നിർത്തിയിട്ടല്ലേ വന്നേ. അങ്ങനെ പറഞ്ഞപ്പോൾ ജൂലി പറയും, എനിക്ക് അങ്ങോട്ടും നിൽക്കാൻ പറ്റില്ല, ഞാൻ എപ്പോൾ നിൻ്റെ കൂടെ നിൽക്കും. അത് പറഞ്ഞപ്പോൾ ജാക്കി പറഞ്ഞു, എന്നാൽ ഈ സീൽഡ് തപ്പ്. അങ്ങനെ ഫൈനൽ ജൂലി ആ സീൽഡ് കണ്ടുപിടിക്കും. കണ്ടുപിടിച്ച ശേഷം ജൂലിനോട് നീ നിൻ്റെ റൂമിൽ പോയിക്കോ എന്ന രീതിയിൽ പറയും. അങ്ങനെ ജാക്കി അങ്കിളിനെ എവിടെയാണോ പിടിച്ചു വെച്ച് ആ സ്ഥലത്തേക്ക് എത്തും. ബട്ട് അതേ സ്ഥലത്ത് നിന്ന് ജാക്കിനെ ഫോളോ ചെയ്തിട്ട് ജൂലി വന്നിട്ടുണ്ടാവും. ഇങ്ങനെ ജൂലി വന്നപ്പം ജാക്കി ചാന് കുറച്ച് ദേഷ്യമായി. അപ്പം പറഞ്ഞു, നീ ഇവിടെ തന്നെ ഇരിക്കും, അല്ലെങ്കിൽ അടുത്ത ഫ്ലൈറ്റിൽ തന്നെ പാക്ക് ചെയ്ത് അയക്കും എന്ന് പറയും. ഇതൊക്കെ പറഞ്ഞ് ജാക്കി നേരെ മുകളിൽ പോകും, അങ്കിളിനെ കിഡ്നാപ്പ് ചെയ്ത സ്ഥലത്ത്. ആ സമയത്ത് ജൂലി മുകളിൽ കയറി നിന്നു ജാക്കിനോടൊപ്പം. അത് ജാക്കി നോട്ടീസ് ചെയ്തു. അതേ സമയത്ത് തന്നെ ഭീമനോട് ചോദിച്ചു,
ഈ സീൽഡ് വെച്ച് നിനക്ക് എന്ത് ഉപയോഗമാണ് ഇല്ലെന്ന് ചോദിച്ചപ്പം അത് നിനക്ക് ആവശ്യമില്ല കാര്യമല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞവൻ ജാക്കി എന്താണ് കുട്ടാന്ന് വേണ്ടി ഇതങ്ങ് എറിയും. സീൽഡ് എറിഞ്ഞിട്ട് റൊട്ടേറ്റ് ചെയ്ത് നിന്ന് ജാക്കീൻ്റെ കയ്യിൽ വരും. നമുക്ക് ദേഷ്യം പിടിച്ചിട്ട് നിൻ്റെ അങ്കിളെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നീ കാണേ. എന്നാൽ ജൂലി അങ്കിളുമായിട്ട് പോയിട്ടുണ്ടാവും. ഐ മീൻ ജൂലി അങ്കിളെ നശിച്ചിട്ട് ഓടിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ പെട്ടെന്ന് സാഡ് അക്കൗണ്ട്സ് വരും. അപ്പോൾ അവിടെ വലിയൊരു ഫൈറ്റ് തന്നെ ഉണ്ടാവും. ഉമ്മയാണെങ്കിൽ ലിഫ്റ്റ് വഴി താഴത്തേക്ക് പോകും, കാരണം അങ്കിളിനെയും ജൂലിനെയും പിടിക്കാൻ. അങ്കിളും ജൂലി സ്റ്റെപ്പ് വഴി ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. ജാക്കി ജീവൻ വെച്ച് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം താഴെ അങ്കിളും ജൂലി വന്നിട്ട് പറയും ജാക്കി എന്ന് വിളിക്കും. നമുക്കറിയാം ജാക്കി താഴെ സീൽഡ് എറിയും, ജൂലിക്ക് എറിഞ്ഞു കൊടുക്കും. അങ്ങനെ എറിഞ്ഞിട്ട് ജൂലി പിടിക്കും. ബട്ട് ബാക്കോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഭീമേനെ കാണാം. ആ സമയത്ത് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ ആ സീൽഡ് നേരെ ആരെ കയ്യിലായി പോകും, ഭീമേൻ്റെ കയ്യിലായി പോകും. എടക്കോണും ഭീമയും ഒക്കെ പോകും. അതേ സമയത്ത് തന്നെ ക്യാപ്റ്റൻ ബ്ലാക്ക് വരും, പറയും ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ആ സീൽഡ് നമ്മളെ കയ്യിൽ നിന്ന് പോയല്ലോ. അങ്ങനെ പറഞ്ഞപ്പോൾ അങ്കിള് പറയും ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ആ സീൽഡ് മുഖ്യമല്ല, ആ സീൽഡിൻ്റെ നടുവിലുള്ള കല്ലാണ് മുഖ്യം. ബട്ട് അതേ സമയത്ത് തന്നെ ജൂലി അതിലെ കല്ലെടുത്തിട്ടുണ്ടാവും. ഓപ്പോസിറ്റ് സൈഡ് കല്ലില്ലാത്ത സീൽഡ് മാത്രം വാൾട്ടറിന് കൊടുക്കും. ഇത് കണ്ട വാൾട്ടറിന് നല്ല ദേഷ്യം പിടിക്കും. അപ്പോഴാണ് അങ്കിളിനും അതുപോലെ തന്നെ ജാക്കിക്കെല്ലാം കാര്യം മനസ്സിലായി. ഇതുപോലത്തെ 11 മന്ത്രക്കല്ല് ഇനിയുണ്ട്. ഈ കല്ലിന് വേണ്ടി വാൾട്ടറും ടീമും വരും ഇവർക്ക് മനസ്സിലായി. അപ്പോൾ അവർ വരുന്നതിന് മുമ്പേ ബാക്കിയുള്ള കല്ല് ഇവരൊക്കെ എടുത്തു വെക്കണം. അപ്പോൾ അതിൻ്റെ പ്ലാനൊക്കെ ഇടുന്നതാണ്. ഓടെ ഈ എപ്പിസോഡ് എൻ്റെ ആവുന്നു. അടുത്ത എപ്പിസോഡ് എഴുതണമെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നതിന് എല്ലാവർക്കും ബൈ.